ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബനാന കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത റോബസ്റ്റ് പഴം നമ്മൾ 3 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടയും ബനാനയും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ബനാന നന്നായിട്ട് പഴുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല റോബസ്റ്റ് പഴമാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഏത്തപ്പഴം വേണമെങ്കിലും എടുക്കാം, പക്ഷേ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. പിന്നെ പാളയംകുടം പഴമുണ്ടല്ലോ, അതും എടുക്കാം. ഞാലിപ്പൂവനുണ്ടെങ്കിൽ അതുമൊക്കെ എടുക്കാം, പക്ഷേ അതിനൊക്കെ കുറച്ചുകൂടി കട്ടി കൂടുതലായിരിക്കും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു 3 മുട്ടയും കൂടി പൊട്ടിച്ച് വീഴ്ത്താം. അപ്പോൾ ഈ ഒരു മുട്ടയും ആ ഒരു റോബസ്റ്റ് പഴവും കൂടി നമ്മളിതാ പൊട്ടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. 3 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 മുട്ട വേണം, കാരണം ആ ഒരു 3 മുട്ടയും ആ 3 റോബസ്റ്റ് പഴം എടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു 3 മുട്ട എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത്, ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക്, തോനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ പഞ്ചസാര ഇട്ടിട്ടില്ല. ഇനി അത് അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ അതായത് അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമാണ്, അപ്പോൾ പഴത്തിൻ്റെ മധുരം കൂടി നമ്മൾ ഒരു ഫാക്റ്റായിട്ട് കണക്കാക്കണം. അപ്പോൾ ബാക്കി നമുക്ക് എത്ര മധുരം ആവശ്യമാണ് അത്രത്തോളം മധുരം കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ചിലർക്ക് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു ഈ ഒരു അളവ് സ്പൂണിൽ 4 സ്പൂണോളം മൈദ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 സ്പൂണോളം മൈദ മാവ് നമ്മൾ എടുത്ത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് മൈദ മാവ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 സ്പൂണോളം മൈദ മാവ് ഞാൻ അതിൽ എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതിലോട്ട് നമ്മളെ കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തത്. അതിൽ ഒരു 1/4 കപ്പിന് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ആ തരിയൊക്കെ ഒന്ന് മാറി നല്ല ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഒന്ന് അരിച്ചു കൊടുക്കുന്നത്. ചെറിയ അരിപ്പിന് കണ്ണ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ പാടാണ് അരിച്ചെടുക്കുന്നതിന്. എന്നാലും കുഴപ്പമില്ല, അത് നല്ലതായിട്ട് വീഴുന്നുണ്ട്. നമ്മൾ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ വീഴും. അപ്പോൾ നമ്മൾ ആ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ അരിച്ച് ഇടുകയാണ്. അങ്ങനെ നമ്മൾ മാവ് അരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ സൺഫ്ലവറിൻ്റെ ഓയിലോ അതല്ലെങ്കിൽ റൈസ് ബ്രാൻഡോ എന്താണെന്ന് വെച്ചാൽ, എന്ത് ഓയിലാണോ ഉള്ളത് ആ ഓയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് വേണമെന്നുള്ളവർക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പാല് വീത്തി കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയി കിട്ടാനും ടേസ്റ്റ് കൂടുന്നതിനും ഈ ഒരു പാല് നല്ലതാണ്. നമുക്ക് ആ ഒരു കേക്ക് നല്ലൊരു പരുവത്തിന് കിട്ടും കേട്ടോ. ഇനി ഒരു പിഞ്ചോളം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പിഞ്ച് ഉപ്പ് അതിൽ ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് മാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റിലാണ് നമ്മളിതൊന്ന് ഈ ഒരു പാലും ഈ ഒരു അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും ബനാനയും എല്ലാം കൂടിയൊക്കെ വീഴ്ത്തി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു ഇളക്ക് പിന്നെ നല്ലതുപോലെ അതിൻ്റെ കട്ടയും തരിയും എല്ലാം ഒന്ന് ഉടഞ്ഞ് ആ ഒരു ഈ ഒരു കൂട്ടിലോട്ടൊന്ന് ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി എല്ലാ സ്ഥലത്തും ആ തരികളെല്ലാം ഒന്ന് മാറിക്കിട്ടട്ടെ. നന്നായിട്ട് നമ്മൾ ഇളക്കി ഇത് യോജിപ്പിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് യോജിപ്പിക്കുമ്പോൾ അറിയാമല്ലോ, മാവിൻ്റെ ആ ഒരു പാകവും കൂടി ഒന്ന് നോക്കണം. മാവ് അധികമായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എനിക്ക് കുറച്ചുകൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ചുകൂടി മാവിൻ്റെ ആവശ്യം വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഗോതമ്പ് മാവാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് മാവിൽ നമ്മൾ ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഈ ഒരു ബനാന കേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള ആ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യാണ് കേട്ടോ. നെയ്യ് നല്ലതുപോലെ 4 വശവും നല്ലതുപോലെ തേച്ചങ്ങ് പിടിപ്പിക്കാം. നല്ലതുപോലെ ആ ഒരു നെയ്യൊക്കെ ഒന്ന് തേഞ്ഞ് അതിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യെല്ലാം തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട്
ഒന്ന് ആ ഒരു കൂട്ടൊന്ന് വീഴ്ത്തി കൊടുക്കാം. ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിനുള്ള കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും നല്ലതുപോലെ നമ്മളത് വീഴ്ത്തി കൊടുത്തിട്ടുണ്ട് കറക്റ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇനിയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് അതുപോലെ തട്ടി അതിൻ്റെ ഒരു കുമിളയൊക്കെ ഉണ്ടാവുമെങ്കിൽ ആ ഒരു സുഷിരങ്ങളൊക്കെ ഇതെല്ലാം മാറാൻ നമ്മൾ നന്നായിട്ട് ഇതിനെ ആ ഒരു പതപ്പൊന്നും വരാതെ നല്ലതുപോലെ നമ്മളിതിനെ സെറ്റാക്കി കൊടുക്കണം. ഒന്ന് അടിച്ച് ലെവലാക്കി കൊടുക്കണമെന്നേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ കുക്കറിലോട്ട് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മൾ കുക്കറിലോട്ട് ഇനി നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പുറത്ത് നിന്ന് കാണാൻ ഞാനൊരു ഗ്ലാസ് അടപ്പാണ് അടച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വെന്ത പാകമൊക്കെ ഒന്ന് അറിയാൻ കഴിയും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് അടപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇത് വെന്ത് പൊങ്ങി വരുന്നതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ കേട്ടോ. ഇതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടുള്ള ഇതിൻ്റെ ആ ഒരു ആ പാകം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു അരമണിക്കൂറാണ് ശരിക്കും നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ഇത് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളൊന്ന് കുത്തി നോക്കി കേട്ടോ. നോക്കി നമ്മുടെ ആ ഒരു ഇതിലൊന്നിലും അത് പിടിക്കുന്നില്ല. ശരിക്കും നമ്മുടെ ഇത് ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ തീയൊക്കെ ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ആറാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് തട്ടിയിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കേക്ക് റെഡിയാക്കി നമ്മുടെ കേക്ക് ഉണ്ടാക്കിയ പാത്രവും ആ കേക്ക് രണ്ടും നമ്മൾ ഉണ്ടാക്കിയ പാത്രവുമാണ്, അതുപോലെ ആ കുക്കറുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കൂടി ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഇതേ നോക്കിയേ. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ചെറുതായിട്ട് ചെറിയ ഒരു മൂത്തത് ആണ് കേട്ടോ. അത് വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ ചെറുതായിട്ട് ഒന്ന് ആ ഒരു തീ ആ മൂട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നുകൊണ്ടാണ് കേട്ടോ. ഇച്ചിരി തീ ഒന്ന് കൂടിപ്പോയി, അതാണ് വന്നത്. പക്ഷേ നന്നായിട്ട് വെന്തു. കാരണം എന്ന് വെച്ചാൽ അത് പുറത്ത് നമ്മൾ ഈ പാലൊക്കെ ചേർത്തുകൊണ്ട് നല്ല വെള്ള കളറായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് ശരിക്കും അറിയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പക്ഷേ നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ഒരാൾ ക്യൂ നിൽക്കുകയാണ് കേക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ചൂട് ആവി പറക്കുന്നു ഗൈസ്. എന്നിട്ടും നല്ല കടിച്ച് തിന്നാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ് കണ്ടോ. വായക്ക് വെന്താലെന്താ, കേക്ക് നിന്നാൽ പോരേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് യുവർ ചാനൽ.